ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്കുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വീട്ടിൽ വന്നാലോ ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാക്കറ്റ് മിൽമയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി അതിൻ്റെ മുകളിലുള്ള ആ തൊലിയൊക്കെ ഒന്ന് കത്തി വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അത് ഒരു കത്തി വെച്ച് രണ്ടായിട്ട് പൊളന്നെടുക്കാം. ഞാനിവിടെ പൊളന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് ക്യാരറ്റ് പൊളന്നപ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. സോ നമുക്കത് റിമൂവ് ചെയ്ത് കളയാം. അതുകൊണ്ട് നമുക്കൊരു കത്തി ഉപയോഗിച്ച് അതിനകത്തുനിന്ന് അത് അടർത്തി മാറ്റി വയ്ക്കാം. അപ്പോൾ അത് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ അടർത്തുമ്പോൾ തന്നെ അത് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇത് ആവശ്യമില്ലാത്ത സാധനമാണ്. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്ത് ജ്യൂസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തേക്കുന്നത് കൊണ്ട് സോ നമുക്കത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് അതൊന്ന് നല്ല സ്മോൾ സൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഒത്തിരി വലിയ സൈസ് ആക്കാതെ ചെറിയ ചെറിയ സൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയ സൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിലാക്കി അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് പാലാണ്. ഞാൻ ഇത് ചിൽഡ്, അതായത് തണുത്ത പാലാണ് ഞാൻ എടുത്തിട്ട് 2 കപ്പ് തണുത്ത പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ജ്യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ പാല് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് അരിച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വേവിച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല നമുക്കൊന്ന് വേവിക്കുമ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ പാലിവിടെ നേരത്തെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പാല് കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. ഓവർലോഡ് ആയാൽ അത് ശരിയായി കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ടിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ. ആ ജ്യൂസിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചിട്ട് അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിൽ വന്നാലും നമുക്ക് കുഴപ്പമില്ല. കാരണം ഇത്രയും ജ്യൂസിയും ക്രീമിയുമായിട്ട് കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ചെറിയ ചെറിയ പീസസൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റ് തന്നെ ആണ്. ഇനി നമുക്ക് അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം. അപ്പോൾ ഞാനിത് കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ അടിച്ചെടുത്തേക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ എല്ലാം കൂടെ അടിക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് അരഞ്ഞു കിട്ടാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് കുറേശ്ശെയായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ജ്യൂസിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്താൽ മതി. അപ്പം ഞാനിത് ചിൽഡ്, അതായത് തണുത്ത പാലാണ് ചേർത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്കിത് കൂടുതൽ നേരം തണുപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കഴിക്കുന്നതിന് ആവശ്യമായ തണുപ്പ് അതിന് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒരു സെർവിങ് ഗ്ലാസ് എടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് ബൂസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഒഴിക്കുമ്പോൾ എന്താ ഒരു ഭംഗി നോക്കി. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ചുകൂടെ ബൂസ്റ്റ് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബൂസ്റ്റൊക്കെ ഇട്ട് എന്ത് കഴിക്കാനും നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഇത് മുഴുവനും കഴിക്കും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കുറച്ച് നട്ട്സും കൂടെ അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി.
അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.